ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ. പക്ഷെ അപ്പോഴൊക്കെ അതിനുശേഷം പിന്നാലെ എന്നെ ഫോളോ ചെയ്യാൻ പോകുന്ന ഒബീസിറ്റിയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഓർക്കുമ്പോൾ ഞാൻ വേണ്ടെന്ന് വെക്കും. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഒരു ബാരിയാട്രിക് സർജറി ഇങ്ങ് ചെയ്താൽ പോരെ കുറേ തടി വെച്ചാലും എന്നൊക്കെ. ആരോഗ്യത്തിലെന്ന് ഞാൻ രേണു. എൻ്റെ കൂടെ ഡോക്ടർ ഇസ്മായിലാണ്. അദ്ദേഹം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ ബാരിയാട്രിക് സർജനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഒരു ബാരിയാട്രിക് സർജറി പേഷ്യൻറ്റ് അതിനുള്ള സ്കോപ്പുള്ള ഒരാളാണോ? സ്കോപ്പില്ല. ഇല്ലേ? ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് ബariatric സർജറിക്ക് നമ്മൾ ഇഫ്സോ, ദാറ്റ് ഇസ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സർജറി ഫോർ ഒബിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെഡറേഷൻ ഉണ്ട്. അതിൻ്റെ ഇന്ത്യയിൽ നമ്മുടെ ഒബിസിറ്റി സർജൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട്. ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള ബariatric സർജൻസിൻ്റെ അസോസിയേഷൻസ്. അപ്പം നമ്മൾ അവർ തന്നെ ഇഫ്സോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ്സോ പക്ഷേ ഇൻ്റർനാഷണൽ ആയത് കാരണം വെസ്റ്റേൺ പീപ്പിളാണ് കൂടുതലായിട്ട് അവരുടെ ഗൈഡ് ലൈൻസ് ഉള്ളത്. പക്ഷേ ഏഷ്യ പസഫിക് റീജിയനിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ OSIയുടെ ഒബിസിറ്റി സർജൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്പെസിഫിക് ഗൈഡ് ലൈൻസ്. അതിൻ്റെ അകത്ത് ഇന്ന ആൾക്കാർ ഇത്ര BMI, ഇത്ര വെയിറ്റ്, ഇത്ര അസുഖങ്ങളുള്ളവരെ മാത്രമേ സർജറി ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കാറ്റഗറിയിലേ വരില്ല, അതിൻ്റെ 7 അയലക്കത്ത് വരില്ല. മെലിയാൻ വേണ്ടി ചെയ്യുന്ന സർജറി അല്ലേ ബാരിയാട്രിക് സർജറി? ദിസ് ഇസ് നോട്ട് കോസ്മെറ്റിക് സർജറി അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം 4-5 വർഷങ്ങൾക്ക് മുമ്പ്, കാരണം വെച്ചാൽ ഇൻഷുറൻസ് കമ്പനീസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ബരാത്തങ്ങൾ തുടങ്ങിയ സമയത്ത്. ദാറ്റ് ഈസ് ഐ സ്റ്റാർട്ടഡ് ഇന്ത്യയിൽ ബariatric സർജറി തുടങ്ങിയത് 2003-ലാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2006-ലാണ്. അപ്പോഴൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇത് ഇൻഷുറൻസ് കൊടുക്കൂല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ കോസ്മെറ്റിക് സർജറി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 8-10 വർഷം മുമ്പ് തന്നെ നമ്മുടെ അന്നുണ്ടായിരുന്നത് MCC ആണ്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അവർ പറഞ്ഞു ബariatric സർജറി എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് നോട്ട് എ കോസ്മെറ്റിക് സർജറി, ഇറ്റ് ഈസ് എ സർജറി, ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിനൽ സർജറി ടു റെഡ്യൂസ് ദി ഡിസീസസ് റിലേറ്റഡ് വിത്ത് ദി ഒബിസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി കൊണ്ട് നമുക്ക് അസുഖങ്ങളുണ്ടാവും. ആ അസുഖങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി ഈസ് എ ഡിസീസ്. ഇപ്പം രേണുവിനെ നോക്കി കഴിഞ്ഞാൽ രേണു ഈസ് നോട്ട് എ ഡിസീസ് പേഴ്സൺ, യു ആർ എ നോർമൽ പേഴ്സൺ. സോ യു ആർ നോട്ട് അറ്റ് ഓൾ കം അണ്ടർ ദി ബariatric സർജറി കാറ്റഗറി. ഔട്ടായി തോന്നിയ പോലെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആരൊക്കെയാണ് ബാരിയാട്രിക് സർജറിക്ക് വേണ്ടി വരേണ്ടവർ? അതായത് ആർക്കൊക്കെയാണ് ഇത് ചെയ്യുക? അതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഈ ബariatric സർജറി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ മെറ്റബോളിക് സർജറി. നമ്മൾ പണ്ട് പറയുന്ന ബെറോസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുതലുള്ള, അപ്പോൾ ആ വെയിറ്റ് കൂടി ഇപ്പം അതിന് നമ്മൾ പറയുന്നത് മെറ്റബോളിക് സർജറി. മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബariatric സർജറി അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരെ എന്തിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അത് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാതെ ഒരു കാഴ്ചയ്ക്ക് അഭംഗി ഉള്ളത് കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ അസുഖങ്ങളുണ്ടാവും. ഈ അസുഖങ്ങളുടെ കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് WHO ഈ ഒബിസിറ്റി കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരുന്നു. ആ ലിസ്റ്റ് ഒരു 10 വർഷം മുമ്പ് ഇറ്റ് വാസ് ഓൺലി 60 in numbers. ബട്ട് ഇപ്പം ആ ലിസ്റ്റിൽ 200 ഡിസീസസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ക്യാൻസേഴ്സ്. നമ്മളിപ്പം CA ബ്രസ്റ്റ് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിൽ 30% കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഒരു നോർമൽ ആൾക്കാരിൽ CA ബ്രസ്റ്റ് ഉണ്ടാകുന്നതും ഒബീസ് ആൾക്കാരിൽ CA ബ്രസ്റ്റ് ഉണ്ടാകുന്നതും തമ്മിലുള്ള ഇത് നോക്കുകയാണെങ്കിൽ 30% കൂടുതലാണ് ഒബീസ് പേഷ്യൻസിൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ CA സെർവിക്സ്, CA കോളൻ, ഇതെല്ലാം ഒബീസ് പേഷ്യൻസിൽ കൂടുതലാണ്. അപ്പോൾ ഡിസീസസ് വിച്ച് ഈസ് ഡയറക്ട്ലി നമ്മൾ ഒബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒബീസ് തന്നെ പല കാറ്റഗറീസ് ഉണ്ട് വണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട്. മെയിനായിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് പിന്നെയും ഒരു ക്രൈറ്റീരിയസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BMI ആണ്, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും നമ്മളൊരു ഹൈറ്റിനനുസരിച്ചിട്ടൊരു വണ്ണം കണക്കാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇഫ് യു ആർ 165 centimeters in height minus 100, 65. The upper limit of your ideal body weight should be 65. അപ്പർ ആണല്ലേ? ഓക്കെ ആണെന്നല്ല, ഇറ്റ് ഈസ് ദി അപ്പർ ലിമിറ്റ്. അപ്പം നമ്മൾ അതാണ് നമ്മളുടെ ഒരു BMI ഈസ് വൺ ക്രൈറ്റീരിയ. അപ്പം നമ്മൾ BMI ഇപ്പം 18 എന്ന് പറയുന്നത് നോർമലാണ്, 18 to 23 ആണ് നമ്മൾ നോർമലായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്നത്. കറക്റ്റ് 23-ൽ ഇരിക്കുന്നത് ഓക്കെയാണോ? അപ്പർ ലിമിറ്റ്. പിന്നെ 23 മുതൽ നമ്മൾ 30 വരെയുള്ളത് നമ്മൾ
ഒരു ഒബീസ് എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ഡിസീസസ് ഉണ്ടാകണമെന്നില്ല. ഓക്കെ. പക്ഷെ 30യുടെ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും വൺ ഓഫ് ദീസ് 200 ഡിസീസസ് യു വിൽ ഗെറ്റ്. അതിനാണ് നമ്മൾ മോർബിഡ് ഒബീസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 to 40 BMI വരെയുള്ളതിന് നമ്മൾ ക്ലാസ് 1 ഒബിസിറ്റി, 40 മുതൽ 50 വരെയുള്ളത് ക്ലാസ് 2, 50 മുതൽ 60 വരെയുള്ളത് ക്ലാസ് 3, 60യുടെ മുകളിലുള്ളത് സൂപ്പർ ഒബീസ് എന്ന് പറയും. അപ്പോൾ ഈ 30യുടെ മുകളിലുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെന്റും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇഫ്സോ, ഞാൻ ആദ്യം പറഞ്ഞ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഐദർ യു ഷുഡ് ഹാവ് എ 40 BMA or 35 BMA with 2 comorbidities like hypertension or heart disease or diabetes, അങ്ങനെയുള്ള ഡിസീസസ്. നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിൽ നമ്മളുടെ ആ ബോഡി സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയത് കാരണം അത് 2.5 കൂടെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 37.5 BMA or 32.5 BMA with comorbidities. പക്ഷേ ഇപ്പൊ സപ്പോസ് ഇസ് എ ഡയബറ്റിക് പേഷ്യൻറ്റ്, അവരുടെ BMA പിന്നെയും കുറയാം. ഇവൻ 27.5 BMA ഉള്ളൂ അവർക്ക് പക്ഷേ ഡയബറ്റിസ് ഈസ് നോട്ട് കൺട്രോൾഡ് വിത്ത് ദി മെഡിക്കൽ മാനേജ്മെന്റ്, ദെൻ ദേ ആർ എലിജിബിൾ ഓർ ദേ നീഡ് സർജറി. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ എന്നാലും വേണം എന്ന് വെച്ചാൽ ഈ സർജറി ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ? അല്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സർജറി ഹാസ് ടു ബി പേഷ്യൻറ്റിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു സർജറി അല്ല ബെറിയാട്രിക് സർജറി. നമ്മൾ അതിൻ്റെ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് ലീഗലി ഇറ്റ് ഈസ് അപ്പ്. ബട്ട് അല്ല, നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും നടക്കുന്നതാണ്. പക്ഷേ സർജറി ഒന്നും ആരും കയറി അങ്ങനെ ചെയ്യൂല. സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബെറിയാട്രിക് സർജറി എന്ന് പറയുന്നത് നമ്മൾ കീ ഹോളിൽ കൂടെ നമ്മൾ ആഹാരം പോകുന്ന ഒരു വഴി മാറ്റി വിടുക എന്നുള്ളതാണ് ബെറിയാട്രിക് സർജറി. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് അല്ല, ഇപ്പം സപ്പോസ് ഒരു 30 BMA ഉള്ളൊരു ഒരു കല്യാണം കഴിക്കാൻ പോവാണ്, എന്താണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് കുറയണം. അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് ബെറിയാട്രിക് സർജറി അല്ലാത്ത രീതിയിലുള്ള മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാനേജ്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള മാനേജ്മെൻറ്റുകളുണ്ട്. താൽക്കാലികമായിട്ട് ഇപ്പം നമുക്കറിയാം അത് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ അതാണ്. അപ്പോൾ സർജറി നമ്മൾ ചെയ്യുന്നത് ഈ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പം എൻ്റെ അറിവ് ബെറിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് കുറേ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു, ഫാറ്റൊക്കെ എടുത്ത് കളയുന്നു, അതിനുശേഷം ബോഡി ഓക്കെ ആക്കുന്നു, ഇതാണോ? അല്ല, ഇത് നമ്മൾ അതിനു മുമ്പ് നമുക്കതിൻ്റെ എന്തുകൊണ്ടാണ് ഒരാൾ വണ്ണം വെക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അറിയണം. നമ്മൾ വൈ ദീസ് പീപ്പിൾ, സം പീപ്പിൾ ആർ ഗെറ്റിംഗ് ഒബീസ്. അവർ ചിലപ്പം ആഹാരം കഴിച്ചിട്ട് കൊണ്ട് മാത്രമായിരിക്കത്തില്ല. ചിലർ പറയും ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ എന്നിട്ട് വണ്ണം വെക്കും. ആഹാരം എത്ര പെർസെൻറ്റേജ് ഇതിലുണ്ട് ഒബീസ് ആവുന്നതിൽ? അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു ആഹാരം മാത്രമല്ല അതിനകത്ത്. നമ്മളൊരു ഒബീസ് പേഷ്യൻസിനെ നമ്മൾ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 to 30% ഇറ്റ് ഈസ് ജനറ്റിക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് ജനറ്റിക് ഈസ് ഓൺലി ദി ഗൺ, ദി ട്രിഗർ ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ. സോ ഇപ്പോൾ നമ്മൾക്കതൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. ഒരു 80% ഓഫ് ദി ഡിസീസസ്, ദി ഹോൾ ഡിസീസസ് 80% ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇൻക്ലൂഡിങ് ദി ഹാർട്ട് ഡിസീസ്, കാർഡിയാക് ഡിസീസ് എല്ലാം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ആഹാരം എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമേ ആകുന്നുള്ളൂ. യുവർ ഫിസിക്കൽ ആക്ടിവിറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറമ്പിൽ പണിയുന്ന ഒരുത്തന് എത്ര വേണമെങ്കിലും കഴിക്കാം. അവൻ കഴിക്കേണ്ട ആഹാരമല്ല രേണുവിനെ പോലൊരാള് ആഗ്രഹം അതാണ്. അപ്പോൾ that is the difference. It is the proportion between your energy intake and energy output. Even though ഞാനൊരു സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, even though there are a lot of the other things, സപ്പോസ് നമുക്കറിയാമല്ലോ നമ്മുടെ ആക്ടിവിറ്റീസിന് നമുക്ക് എനർജി ആവശ്യമാണ്. ഒരു ദിവസം നമുക്ക് എനർജി ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതെ കിടന്നു കഴിഞ്ഞാലും നമ്മളുടെ ഹാർട്ട് മിടിക്കാനായിട്ടും നമ്മുടെ ലങ്സ് വർക്ക് ചെയ്യാനായിട്ടും നമ്മുടെ രക്തോട്ടത്തിനൊക്കെ നമുക്കൊരു ബേസിക് മെറ്റബോളിക് റേറ്റ് വേണം. അപ്പോൾ യൂഷ്വലി ഒരു അഡൾട്ടിന് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 600 kcal വേണം. എന്നാലേ ഉള്ളൂ അവൻ്റെ ഹാർട്ടൊക്കെ മിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവനൊന്നും ഇപ്പം ഈ എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് ബേൺ ഔട്ട് ചെയ്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുക. അപ്പോൾ ഇപ്പം സപ്പോസ് ഒരാളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് അവർക്കിപ്പം 1000 kcal ആണ് ഒരു ദിവസം വേണ്ടതെന്ന് വെച്ചോളൂ. വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ബേസിക് ആക്ടിവിറ്റി പ്ലസ് ചെറുതായിട്ടുള്ള കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് ചുമ്മാ അതിങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അധികം വേണ്ടാത്ത ആൾക്കാർക്ക്
ഇപ്പൊ സപ്പോസ് 1000 വേണ്ടി വരുന്നുള്ളൂ എന്ന് വെച്ചാൽ അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ അകത്ത് നിന്ന് 2000 ഉണ്ടായെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബാക്കിയുള്ള 1000 കാലറീസ് വിൽ ജസ്റ്റ് ടേൺ ആസ് ഫാറ്റ് ഇൻ യുവർ ബോഡി. അതെ, ഇറ്റ് സ്റ്റോർ ഇൻ യുവർ ബോഡി. അതെ, അപ്പൊ അത് കാലാകാലങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വരുമ്പോഴാണ് വണ്ണം വെക്കുക. അതെ. സോ അപ്പൊ എപ്പോഴും ദിസ് ഇസ് ദി പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ യുവർ എനർജി ഇൻടേക്ക് ആൻഡ് എനർജി ഔട്ട്പുട്ട്, ബേസിക് ആയിട്ട് അങ്ങനെ. പക്ഷെ ചില ആൾക്കാർക്ക് അവൻ അധികം ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അവൻ കുറച്ച് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കാത്ത ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അസൂയ തോന്നുന്ന കുറെ ആൾക്കാരുണ്ട് ഡോക്ടറെ. അത് ബിക്കോസ് ഓഫ് ദർ ജനറ്റിക് തിങ്. പക്ഷെ ഇത് 25-30% അല്ലേ വരത്തുള്ളൂ. അത്രേ വരുള്ളൂ. പക്ഷെ ഈ ബാക്കിയുള്ള ആൾക്കാര് ഇത് ഒറ്റയടിക്കല്ല അവര് വണ്ണം വെക്കുക. അവര് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് വണ്ണം വെക്കുന്നതാണ്. അപ്പം ബേസിക് ആയിട്ട് ദേ ഹാവ് ടു ചേഞ്ച് ദി ലൈഫ് സ്റ്റൈൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജനറ്റിക് ആയിട്ട് കുറച്ച് വണ്ണം വെക്കാൻ പ്രീഡിസ്പോസിഷൻ ഉള്ള ആൾക്കാർ, ലൈക്ക് ഇപ്പം അമ്മ വണ്ണമാണ്, വീട്ടിലെല്ലാവർക്കും അമ്മയ്ക്കും ഇതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ ജനറ്റിക് ആയിട്ട് തന്നെ കുറച്ച് വണ്ണം വെക്കാൻ, അങ്ങനെയുള്ള ആൾക്കാർ സാധാരണയുള്ള ആൾക്കാരെക്കായാലും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. സാധാരണയുള്ള ആൾക്കാരെക്കായാലും കുറച്ച് കാലറീസ് ഉള്ള ആഹാരം കഴിക്കണം. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. ഇറ്റ് ഈസ് ദി ഇപ്പം നമ്മളിപ്പോൾ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം പല രീതിയിലുള്ള ആഹാരങ്ങളുണ്ട്. കാലറീസ് കൂടുതൽ. എല്ലാ ദിവസവും ഇപ്പം ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാലറീസ് കൂടുതലാവും. അങ്ങനെയുള്ള ആൾക്കാർ കാലറീസ് ഇപ്പോൾ ഒരു നേരം ബിരിയാണി കഴിക്കാം. നമുക്ക് തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഹാര രീതികളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ ആഹാര രീതിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. കഴിക്കും, ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നൈറ്റിൽ ഹി വിൽ കോമ്പൻസേറ്റ് ദാറ്റ്. ദാറ്റ് ഈസ് ദി തിങ്. അപ്പം നമുക്കൊരു കോൺഷ്യസ്നെസ് നമുക്കുണ്ടാകണം. എന്തേലും ആഹാരം എത്ര കാലറീസ് ഒരു ദിവസം നമുക്ക് ചെല്ലുന്നുണ്ടെന്നുള്ളത്. അതിപ്പോൾ നമ്മൾ പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ രാജ്യത്തുമായി, ഞാൻ ഈയിടയ്ക്ക് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉണ്ട്, നമുക്കൊരു കാപ്പി തരുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും എത്ര കാലറീസ്. ഒരു ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കും. ഇപ്പോൾ ഒരു കേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും എത്ര കാലറീസ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ഹൗ മച്ച് യു ആർ കൺസ്യൂമിങ് എന്നുള്ളത്. അതാ അറിയില്ലാത്തോണ്ടല്ലോ, നമ്മൾ കൊതി കൊണ്ടാണല്ലോ.